വീണ്ടും ഒരു സർവേ കൂടി താങ്ങാനുള്ള ശേഷി ആർക്കുമില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഈ സർവേ റിസൾട്ടിനേക്കാളും ഉപരിയായി സർവേ നടത്തിയപ്പോൾ മനസ്സിലായ ഫൈൻഡിങ്സ് ആണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ജനങ്ങൾക്ക് വളരെയേറെ വിവേകം ഉദിച്ചു എന്നുള്ളതാണ് ഈ സർവേയുടെ കണ്ടെത്തൽ കാണിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ലോക്പോളിന്റെ സർവേയും ആ സർവേ നടത്തിയപ്പോഴുള്ള കണ്ടെത്തലും ശ്രദ്ധാപൂർവം കണ്ടുകൊള്ളൂ. മോദിയുടെ ജുംലകളൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ല എന്നാണ് എല്ലാ സൂചനകളും നൽകുന്നത്. അതിനാലാണ് മോദിയും BJPയുടെ മറ്റെല്ലാ നേതാക്കളും ജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളും സംസാരിക്കാതെ ആകെ വെറുപ്പിന്റെ രാഷ്ട്രീയം മാത്രം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഹിന്ദു മുസ്ലിം വികാരം ആളിക്കത്തിച്ച് അവസാന പ്രയോഗം നടത്തുകയാണ് അവർ. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ അല്ലാതെ മറ്റൊന്നും മോദിയും BJPയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഒരു നേതാക്കളും സംസാരിക്കുന്നില്ല. എന്നാൽ അതും ഇപ്പോൾ ജനങ്ങളെ വെറുപ്പിക്കാനല്ലാതെ അവരിൽ നിന്ന് അകറ്റാനല്ലാതെ മറ്റൊന്നിനും ഉപകരിക്കുന്നില്ല എന്നാണ് ഈ സർവേ നടത്തിയപ്പോൾ ലോക്പോൾ കണ്ടെത്തിയത്. അതിനാൽ ആദ്യം നമുക്ക് ഈ സർവേയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് കാണാം. 1. BJPയുടെ ധ്രുവീകരണ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ്. ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള BJPയുടെ ശ്രമങ്ങൾ അവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളായ കാർഷിക വിളകൾക്ക് വിലയില്ലായ്മ, തൊഴിലില്ലായ്മ, സ്ത്രീ സുരക്ഷ, വിലക്കയറ്റം എന്നിവയിലാണ് വോട്ടർമാരുടെ ശ്രദ്ധ. 2. BJPക്കെതിരായ ഭരണവിരുദ്ധ വികാരം. BJPക്കെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമാണ് മഹാരാഷ്ട്രയിലുള്ളത്. സംസ്ഥാനത്തെ നിരവധി പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ BJPയുടെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ NDAയുടെ ഏറ്റവും ഫേമസ് ആയ നേതാവ് ഏക്നാഥ് ഷിൻഡെയാണ്. 3. ഗുജറാത്ത് ലോബിയോടുള്ള മഹാരാഷ്ട്രക്കാരുടെ എതിർപ്പ്. മഹാരാഷ്ട്രയ്ക്ക് ലഭിക്കേണ്ട പല വ്യവസായങ്ങളെയും ഗുജറാത്തിലേക്ക് തട്ടിക്കൊണ്ടു പോകുന്നതിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ്. 4. OBC വിഭാഗങ്ങളുടെ NDAയിലേക്കുള്ള നീക്കം. OBC വിഭാഗങ്ങൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നിന്നും കൂടുതലായി NDA മുന്നണിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാ OBC വിഭാഗങ്ങളും NDAയിലേക്ക് നീങ്ങുന്നില്ല. കാരണം ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളാണ് അതിലും പ്രാധാന്യമുള്ളത് എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ഉണ്ട്. 5. ജാതി സമവാക്യങ്ങൾ. മറാത്തക്കാർ കൂടുതലായി ഇന്ത്യ മുന്നണിയെയാണ് പിന്തുണയ്ക്കുന്നത്. OBC വിഭാഗങ്ങൾ വിഘടിച്ചു നിൽക്കുകയാണ്, പ്രധാനമായും കാർഷിക മേഖലകളിലെ പ്രതിസന്ധിയെ തുടർന്ന്. പട്ടികജാതി വിഭാഗങ്ങൾ ഇന്ത്യ മുന്നണിയോട് ഒപ്പമാണ്. 6. ഗ്രാമീണ മേഖലയിലെ ദുരിതാവസ്ഥ. കാർഷിക വിളകളുടെ പ്രത്യേകിച്ച് സോയാബീന്റെയും കോട്ടന്റെയും വിലയില്ലായ്മ ഗ്രാമീണ മേഖലകളിൽ കർഷകരുടെ ഇടയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 7. കോൺഗ്രസ് കരുത്താർജിക്കുന്നു. BJPക്ക് ബദലായുള്ള വലിയ പാർട്ടിയായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലായിടങ്ങളിലും മികച്ച നേതാക്കൾ ഇല്ലാത്തതിന്റെ അസാന്നിധ്യം അനുഭവിക്കുന്നു. 8. ഇന്ത്യ മുന്നണിയുടെ പ്രചാരണത്തിലെ മുന്നേറ്റം. ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പാർട്ടി പ്രവർത്തകരെ ഊർജ്ജസ്വലരാക്കുകയും അവരുടെ മനോബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 9. NDA മുന്നണിയിലെ അസ്വാരസ്യങ്ങൾ. NDA മുന്നണി വലിയ വോട്ട് ചോർച്ചയാണ് അഭിമുഖീകരിക്കുന്നത്. അജിത് പവാറിന്റെ NCPയെ കൊണ്ട് മുന്നണിക്ക് വലിയ ഗുണം ഉണ്ടായിട്ടില്ല. ഇന്ത്യ മുന്നണിയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയാണ് താരതമ്യേന വീക്കായിട്ടുള്ളത്. കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടുകളാണ് അവരുടെ ബലം. 10. വോട്ട് ഭിന്നിപ്പിക്കുന്ന കക്ഷികളുടെ പ്രാധാന്യം ഇല്ലാതാകുന്നു. വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ഇലക്ഷന് മത്സരിക്കുന്ന DBA, AIMIM എന്നിവർക്ക് കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. പ്രധാന വെല്ലുവിളി റിബലുകളാണ്. ഇനി ഇവരുടെ സർവേയുടെ ഫലം കാണാം. 288 സീറ്റുകളുള്ള മഹാരാഷ്ട്ര അസംബ്ലിയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 145 സീറ്റുകളാണ്. നവംബർ 20-ന് ഒറ്റഘട്ടമായാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫലപ്രഖ്യാപനം നവംബർ 23-ന്. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പഠനം നടത്തിയാണ് ഇവർ ഈ സർവേ പുറത്തുവിട്ടിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിൽ നിന്നും 300 വീതം സാമ്പിളുകൾ ശേഖരിച്ച് 86,400 ആണ് ഇതിന്റെ സാമ്പിൾ സൈസ്. ഈ സർവേ അനുസരിച്ച് ഇന്ത്യ മുന്നണിക്ക് 151 മുതൽ 162 വരെ, NDA 115 മുതൽ 128 വരെ, മറ്റുള്ളവർക്ക് 5 മുതൽ 16 വരെ എന്നിങ്ങനെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓരോ മുന്നണികൾക്കും കിട്ടുന്ന വോട്ട് ശതമാനം. ഇന്ത്യ മുന്നണി 43 മുതൽ 46 വരെ, NDA 37 മുതൽ 40 വരെ, മറ്റുള്ളവർ 16 മുതൽ 19 വരെ. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. കോൺഗ്രസ് ഇവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നാണ് എല്ലാ സൂചനകളും. പരാജയഭീതി മൂലമാണ് മോദിയും കൂട്ടരും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും സംസാരിക്കാതെ ജനങ്ങളുടെ മതവികാരം മുതലെടുക്കാനുള്ള അവസാന ശ്രമമായി ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം മാത്രം കളിക്കുന്നത്. എന്നാൽ ഇത് നോർത്ത് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇനിയും മനസ്സിലാക്കാത്തത് 2 രൂപയ്ക്ക് വേണ്ടി കൂലി എഴുതുന്നവർക്കും കേരളത്തിലെ കുറെ ക്രിസംഖികൾക്കും മാത്രമാണ്. അവസാന ഫലം എങ്ങനെയാകുമെന്ന് 23-ാം തീയതിയെ അറിയൂ. കാരണം രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനും EVM-ഉം
മറ്റെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും BJPയുടെ B ടീമാണ് എന്നുള്ളതാണ് വസ്തുത.